മറ്റൊരു വാർത്തയിലേക്കാണ്. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം തുറക്കണമെന്ന ആവശ്യമുയർത്തി കോഴിക്കോട് കോൺഗ്രസ് കിടപ്പ് സമരം ആരംഭിച്ചു. 3 ദിവസത്തിനകം അത്യാഹിത വിഭാഗം തുറക്കുന്നതിൽ തീരുമാനമായില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ ജില്ലയിൽ കാലുകുത്തിക്കില്ലെന്നും കോൺഗ്രസ് പറഞ്ഞു. ുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്കെതിരെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോൺഗ്രസ് കിടപ്പ് സമരം ആരംഭിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. വിവരങ്ങൾ എന്തെല്ലാമാണ്? കാത്തു, ഇതിനു മുൻപും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ വലിയൊരു പ്രതിഷേധം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്രതിഷേധത്തിന് അഴവില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ആരോഗ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ മുൻ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നത് കൂടാതെ ആരോഗ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു കാര്യം. ഇതിൽ പ്രധാനമായും പറയുന്നത് ആരോഗ്യ മേഖലയെ കട്ടുമുടിക്കുക അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ അത്യാഹിത വിഭാഗത്തിലേക്ക് ആക്കുക എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം തുറക്കണമെന്ന ആവശ്യമുയർത്തിയാണ് കോഴിക്കോട് കോൺഗ്രസ് കിടപ്പ് സമരം ആരംഭിച്ചിരിക്കുന്നത്.